നിന്നതല്ലേ നാഥൻ നിർത്തിയതാ, ഒന്നുമില്ലേ നാഥ പുകഴുവാനാ. നിന്നതല്ലേ നാഥൻ നിർത്തിയതാ, ഒന്നുമില്ലേ നാഥ പുകഴുവാനാ. പൊൻകരത്താൽ എന്നെ നടത്തിയില്ലേ, കൃപയല്ലാതെ ഒന്നും ഇല്ലേശുവേ. പൊൻകരത്താൽ എന്നെ നടത്തിയില്ലേ, കൃപയല്ലാതെ ഒന്നും ഇല്ലേശുവേ. കൃപമതിയേ നാഥ കൃപമതിയേ, ആശ്രയമായെന്നും കൃപ മാത്രമേ. കൃപമതിയേ നാഥ കൃപമതിയേ, ആശ്രയമായെന്നും കൃപ മാത്രമേ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് വരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകിയല്ലോ. ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. അല്പസമയത്തെ വചനചിന്തയ്ക്ക് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ നിർത്തി ഒന്ന് വായിച്ചാട്ടെ. നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെടുകയും അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോട് കൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഖില ചർമ്മത്തിൽ മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ അവനോടുകൂടി ജീവിപ്പിച്ചു. അതിക്രമമൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തും മായിച്ച് ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വഹിച്ചു. ക്രൂശിൽ അവരുടെ മേൽ വിയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയായി. മതി. കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ദൈവമക്കളാകുന്ന നാം ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി യാഥാർത്ഥ്യങ്ങൾ അനുസരിച്ച് മുൻപോട്ട് ജീവിപ്പാൻ കടപ്പെട്ടവരാണ്. ഈ ഭൂമിയിൽ ആണ് ദൈവമക്കളാകുന്ന നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ 2 പ്രമാണങ്ങൾ ദൈവമക്കൾക്കുണ്ട്. ഒന്ന് ലോകവ്യവസ്ഥ, മറ്റൊന്ന് ദൈവ വ്യവസ്ഥ. ഈ 2 യാഥാർത്ഥ്യങ്ങൾ അനുസരിപ്പാൻ നമ്മൾ കടപ്പെട്ടവരാണ്. എന്നാൽ ആത്മീകമായ യാഥാർത്ഥ്യങ്ങൾ ദൃശ്യമായ കണ്ണുകൾ കൊണ്ട് അത് കാണുവാൻ കഴിയുകയില്ല. സ്തോത്രം. ഞാൻ പറയുന്നത് നിങ്ങൾ ഗ്രഹിക്കും എന്ന് മനസ്സിലാകുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഒന്നും കൂടെ പറയുന്നു, ആത്മീക യാഥാർത്ഥ്യങ്ങൾ നഗ്നമായ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണുവാൻ സാധ്യമല്ല. സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം പരിശുദ്ധ ആത്മാവ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മാനുഷികമായ കണ്ണുകൾ കൊണ്ട് അത് കാണുമ്പോൾ ക്രൂശ് മരണം ഒരു പരാജിതമാണ് എന്ന് തോന്നാം. അതുകൊണ്ടാണ് ക്രൂശിൽ കിടന്ന കള്ളന്മാർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞത്, നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, നീ നിന്നെ രക്ഷിക്ക്, ഞങ്ങളെയും രക്ഷിക്ക്, നീ ആരാണെന്ന് ഞങ്ങൾ വിശ്വസിക്കാം, ദൈവപുത്രനെന്ന് വിശ്വസിക്കാം. സ്തോത്രം. ദൃശ്യമായി മനുഷ്യർക്ക് കാണുവാൻ കഴിയുന്നത് നോക്കുമ്പോൾ മുഖം മറച്ചു കളയത്തക്കവണ്ണം നിന്ദിതനായ ഒരു
ക്രിസ്തുവിനെയാണ്. തലയിൽ എന്തുണ്ട്? മുൾക്കിരീടമുണ്ട്. കൈകളിലും കാലുകളിലും ആണികൾ അടിക്കുന്നതിന് മുൻപ് തന്നെ അവന്റെ പുറമെല്ലാം തല്ലിക്കീറപ്പെട്ടിരുന്നു. ഉഴവുകാർ എൻ്റെ മുതുകിന്മേൽ ഉഴതു, ഉഴവുചാലുകളെ നീളത്തിൽ കീറി. സ്തോത്രം. തല്ലിക്കീറി. അത് എന്തിനു വേണ്ടിയാണ് എന്ന് ദൃശ്യമായ കണ്ണുകൾ കൊണ്ട് ലോകം എന്ത് ചെയ്തില്ല? മനസ്സിലാക്കിയില്ല. കൈകളിലും കാലുകളിലും ആണികളുണ്ട്. അടിക്കപ്പെട്ടവനായി ക്രൂശിൽ 3 ആണി മേൽ തൂങ്ങിക്കിടക്കുകയാണ്. അവിടെ കിടന്നുകൊണ്ട് പ്രാണപ്രിയൻ വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്താ എന്ന് പറഞ്ഞാൽ ആ ദൈവ സാന്നിധ്യം അവൻ അനുഭവിപ്പാൻ കഴിയാത്തൊരവസ്ഥയ്ക്ക് അവൻ ഉടമയായി മാറി. എന്താണ് അതിന്റെ കാരണം? മനുഷ്യന്റെ പാപം അവന്റെ മേൽ ചുമത്തപ്പെട്ടു. കാരണം പാപത്തെ കണ്ടുകൂടാതെ വണ്ണം നിർമ്മലമായ കണ്ണുള്ള ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. വിശുദ്ധനായ ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. ആ ദൈവത്തിന്റെ മുൻപിൽ നമ്മുടെ പാപം ഹല്ലേലൂയ ഏറ്റെടുത്ത് കിടനിൽക്കുന്ന ഒരു പ്രാണപ്രിയനെയാണ് ക്രൂശിൽ ആത്മക്കണ്ണുകളാൽ നോക്കുമ്പോൾ കാണുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അത് ആത്മക്കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയുന്നവർക്ക് മാത്രം കാണുവാൻ കഴിയുന്നതാണ്. എല്ലാവർക്കും പറ്റില്ല. വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങിയത് കൊണ്ടൊന്നും ഒരു ദൈവ പൈതലാകില്ല. യഥാർത്ഥമായ ഹൃദയ രൂപാന്തരം വന്ന ഒരു വ്യക്തി മാത്രമേ ദൈവ പൈതലാകുന്നുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഹൃദയത്തിന് സമൂലമായൊരു മാറ്റം വരുന്ന ഒരു വ്യക്തി മാത്രമേ യഥാർത്ഥത്തിൽ എന്താകുന്നുള്ളൂ? ദൈവ പൈതലാകുന്നുള്ളൂ. സ്തോത്രം. അതാണ് വചനം പറയുന്നത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. അപ്രകാരമുള്ള ഒരു ആത്മബന്ധത്തിനുടമയായി മാറുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളാണ് നിങ്ങൾ എന്ന് ആത്മാവിനോട് പറയുകയാ. ഏതാത്മാവ്? പരിശുദ്ധ ആത്മാവ് നമ്മിൽ വസിക്കുന്നു. ആ പരിശുദ്ധ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് പറയുകയാണ്, നീ ഒരു ദൈവ പൈതലാ. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ മകനാ, നീ ദൈവത്തിന്റെ മകളാ. അത് കേൾക്കുവാൻ ഒരു ആത്മക്കണ്ണ്, ഒരു ആത്മക്കാവ് ഒരു ദൈവ പൈതല് ഉണ്ടായേ മതിയാകൂ. സ്നാനപ്പെട്ട് കഴിഞ്ഞ് ഏതെങ്കിലും വഴിക്ക് നടക്കുന്ന വ്യക്തികൾ ദൈവമക്കളാണെന്ന് പറയുവാൻ വേദപുസ്തകം പറയുന്നില്ല. എല്ലാവരും പറയുന്നത് ഞാൻ ആരാണ്? ദൈവ പൈതലാണ്. കർത്താവ് വരുമ്പോൾ പോകുമെന്നൊക്കെയാ പറയുന്നത്. ശരിയാ, നല്ല കാര്യമാ. പക്ഷേ വചനം പറയുന്ന ചില വ്യവസ്ഥയുണ്ട്. ദൈവാത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ആത്മാവിൻ്റെ നടത്തിപ്പിന് വിധേയപ്പെടാത്ത ഒരു വ്യക്തി ആരല്ല? സ്തോത്രം. എന്നോട് ദേഷ്യപ്പെടരുത്, പ്രമാണമാ ഞാൻ പറയുന്നേ. ദൈവാത്മാവ് നിന്നെ നടത്തുന്നുവെങ്കിൽ ആര് പറയട്ടെ നീ ദൈവവൈതലല്ലെന്ന്? നിന്നിലുള്ള ആത്മാവ് പറയും, ഇല്ല മകേ, നീ ഒരു ദൈവവൈതലാ. സ്തോത്രം. ഹല്ലേലൂയ. അത് പറയുമ്പോൾ നിന്റെ ആത്മാവ് അത് സ്വീകരിക്കോ. അവിടെ നിനക്ക് ഉറപ്പുണ്ടാകോ, അവിടെ നിനക്ക് ധൈര്യമുണ്ടാകോ, അവിടെ നിനക്ക് പ്രത്യാശയുണ്ടാകോ. നിന്റെ മുഖം പാടില്ലെന്ന്. അങ്ങനെ ഒരു ബന്ധത്തിന് ഉടമകളായി മാറും. ഹല്ലേലൂയ. പാട്ടൊക്കെ പാടാൻ എളുപ്പമാ. പ്രത്യാശയോടിത ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസ്, ഓർക്കും തോറും രമ്യം. നല്ല കാര്യമാ. പക്ഷേ അടുത്ത വരികളിൽ പാട്ടുകാരൻ കുറിച്ചു വെച്ച ചില കാര്യങ്ങളുണ്ട്. എണ്ണയുണ്ടോ നിൻ വിളക്കിൽ,
നീ ഒരുങ്ങിയിട്ടുണ്ടോ? എണ്ണയുണ്ടോ നിൻ വിളക്കിൽ? നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? സ്തോത്രം. ആമേൻ. ചില പാട്ടുകൾ പാടിക്കഴിഞ്ഞാൽ അതിനകത്ത് ദൈവാത്മാവ് കോർത്തിണക്കിയ മുത്തുമണികൾ, ഹല്ലേലൂയ, നീ ഒന്ന് തിരിഞ്ഞൊന്ന് നോക്കിയാൽ നീ തിരിഞ്ഞിട്ടിരിക്കും. ആമേൻ. ഹല്ലേലൂയ. എല്ലാവർക്കും ഇത് പാടാൻ കഴിയില്ല. എണ്ണ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഇത് പാടാൻ കഴിയോ? വന്നിരുന്ന് സൂത്രവും സ്തോത്രവും പറയുന്നവന് ഇത് പാടാൻ പറ്റുമോ? പറ്റില്ലെന്നേ. ആത്മാവിന്റെ നടത്തിപ്പിന് വിധേയപ്പെടണം. ആത്മാവിന്റെ നടത്തിപ്പിന് വിധേയപ്പെടുമ്പോൾ ആളുകൾ പറയും അതൊരു വട്ടനാണെന്ന് തോന്നുന്നുണ്ട്. അതൊരു ദൈവശബ്ദം കേട്ടതായ നോഹ അപ്പച്ചൻ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വമാണ്. നീ എന്ത് ചെയ്യണം? ഒരു പെട്ടകം ഉണ്ടാക്കണം. അപ്പൊ ആളുടെ പറമ്പിൽ വെച്ച് തന്നെയായിരിക്കും പെട്ടകത്തിന്റെ പണി ആരംഭിച്ചത്. പണിതത് ഞാൻ വിശ്വസിക്കുന്നത് ചിലപ്പോൾ കൂടെ പണിയാൻ ആളുകൾ ആ ദേശത്ത് നിന്ന് വരുത്തി കാണും. അവരും കൂടെ ഉണ്ടായിരുന്നിരിക്കാം. അപ്പൊ അവര് പെട്ടകം പണിയുമ്പോൾ കഴിഞ്ഞ് വൈകുന്നേരം കാശ് മേടിച്ചു പോകുമ്പോൾ ഒരു ഭ്രാന്തൻ, എവിടെയായിരുന്നുടാ ഇന്ന് പണി? ഒരു ഭ്രാന്തന്റെ വീട്ടിലായിരുന്നു. എന്നാടാ നീ ഭ്രാന്തനാണെന്ന് പറയുന്നേ? ആളുടെ പറമ്പിൽ ഒരു പെട്ടകം പടന്നുകൊണ്ടിരിക്കുക, മഴ പെയ്യുമെന്നും പറഞ്ഞു. ദൈവശബ്ദം കേട്ടതാ. പേരെന്തായി ഇപ്പം? സ്തോത്രം. ഇഷ്ടപ്പെടുവോ? കയ്യിലിരിക്കുന്ന കാശും കൊടുത്തേച്ച് ഭ്രാന്തെന്നുള്ള ശബ്ദം കേൾക്കാനായിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുമോ? ആത്മാവിന്റെ നടത്തിപ്പിന് വിധേയപ്പെട്ടതാ. ലോകർ പറയുന്നത് ഭ്രാന്തനെന്നാ. പക്ഷെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഭ്രാന്തന്റെ വാക്കുകൾ യഥാർത്ഥമാകുവാനിടയായി. അത് യാഥാർത്ഥ്യമായപ്പോൾ മുകളിലുള്ള കിളിവാതിൽ തുറക്കപ്പെട്ടു. ഹല്ലേലൂയ. ആഴങ്ങളിൽ നിന്ന് ഉറവുകൾ പൊന്തുവാൻ തുടങ്ങി, മഴ പെയ്യുവാൻ തുടങ്ങി, പെട്ടകം ആടി ഉലയുവാൻ തുടങ്ങി. ഹല്ലേലൂയ. പെട്ടകത്തിനകത്തുണ്ടായിരുന്ന ഭ്രാന്തനും കുടുംബവും രക്ഷപ്പെട്ടു. ആമേൻ. അതാണ് ആത്മതലം. ലോകരിതാരേലും കണ്ടിരുന്നു? തമ്പുരാനാ വന്ന് കഥ കടച്ച്. അത് കാരണം കൊണ്ട് തപ്പി നോക്കിയിട്ട് കഥ കാണില്ല. എടാ ഇവിടെയല്ലടാ ഉണ്ടാക്കിയത്. ഉണ്ടാക്കിയവന്മാർ വന്ന് കാണും, കാണുന്നില്ലല്ലോ. കാണുന്നില്ലല്ലോ. തപ്പി നടന്നു കാണും. പക്ഷേ കഥ കടച്ചത് ഉടമസ്ഥനാ. ഉടമസ്ഥൻ കഥ കടച്ചപ്പോൾ ഹല്ലേലൂയ, ആർക്കും തുറക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ ആ പെട്ടകത്തിന്റെ കഥ കടയപ്പെട്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, ഇത് കൃപായുഗമാണ് കേട്ടോ. രക്ഷ പ്രാപിപ്പാൻ മറ്റൊരു വഴിയില്ല. വചനം പറയുന്നത് പോലെ മറ്റൊരുത്തരിൽ രക്ഷയില്ല. രക്ഷിക്കപ്പെടുക ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമവും ഇല്ല കേട്ടോ. ഇക്കൂട്ടരെ ഇപ്പോൾ പറയുന്നത് ഭ്രാന്തന്മാരെന്നാണ്. ചിലർ പറയുന്നത് ഈ ആധുനിക കാലത്തും കർത്താവ് വരുമെന്ന് ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി ഏത് കാലമായാലും കർത്താവ് വരും. സ്തോത്രം. അത് വരും എന്നുള്ളതിന് ഇത്ര എന്താ ഉറപ്പ്? മാറ്റമില്ലാത്ത ദൈവവചനമാണ് അതിൻ്റെ ഉറപ്പ്. ആമേൻ. കാരണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം, ജീവിതം, മരണം, ഈ മാറ്റമില്ലാത്ത വചനം വിളിച്ചു പറഞ്ഞു. അത് അതുപോലെ തന്നെ ഇന്നേക്ക് 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് അത് യാഥാർത്ഥ്യമായി.
സ്തോത്ര. അത് യാഥാർത്ഥ്യമായെങ്കിൽ സ്തോത്ര, ആ വാക്ക് പറഞ്ഞവൻ ഞാൻ പോയതുപോലെ തന്നെ മടങ്ങി വരും എന്ന് ഹല്ലേലൂയ പറഞ്ഞവൻ മടങ്ങി വരുമെന്ന് ഹല്ലേലൂയ. ചില പൊട്ടന്മാരുടെ കൂട്ടം, ഹല്ലേലൂയ, ചില വ്യക്തികളുടെ കൂട്ടം ഈ ഭൂമിയിൽ നിന്ന് പറന്നുയരുന്ന സമയം അധികം വിദൂരമല്ല. ഹല്ലേലൂയ. ദൈവമേ, നീ ഒരുങ്ങുക. സ്തോത്രം. ആളുകൾക്ക് ഇത് പറയുമ്പോൾ മനസ്സിലാകില്ല. അല്ല, അവര് കളിയാക്കുന്നതിന്റെ കാരണം ഇത് മനസ്സിലാകാത്തത് കൊണ്ടാണ്. സ്തോത്രം. മനസ്സിലായി കഴിഞ്ഞാൽ, മനസ്സിലാകേണ്ടതുപോലെ മനസ്സിലായാൽ ഓടി ഓടി എന്ത് ചെയ്യും? ഒരു നിമിഷം പോലും എന്ത് ചെയ്യില്ല, പിന്നെ എന്ന് പറയില്ല. കാരണം ഇന്ന് കർത്താവ് വന്നാൽ സ്തോത്ര, ഇവിടെ കാണുന്ന ഒരു കൂട്ടം ഈ ഭൂമിയിൽ നിന്ന് വേർതിരിയും. ആമേൻ. സ്തോത്ര. ആ വേർതിരിവിന് വേണ്ടിയാണ് ദൈവമക്കളാകുന്ന നമ്മൾ വേർപെട്ട് ജീവിക്കേണ്ടത്. സ്തോത്ര. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം അത് പരാജയമാണെന്ന് ലോകം പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, ആത്മമണ്ഡലം മറ്റൊരു ചിത്രമാണ് വരച്ചു കാട്ടുന്നത്. ആത്മമണ്ഡലത്തിന്റെ പ്രത്യേകതയാണ് ഇവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയത്. അതാണ് നമ്മൾ വായിച്ചത്. സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെട്ടു, അവനെ മരിച്ചവര് ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. എപ്പോൾ? ഇപ്പോൾ. ഇപ്പോൾ എന്ന് യഥാർത്ഥമായി ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ഹല്ലേലൂയ സ്നാനജലത്തിലേക്ക് ഇറങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് അവിടെ നിന്ന് നീ കയറി വന്നതിന് ശേഷം ഹല്ലേലൂയ വചനം പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടക്കം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ്, അതിനോട് നീ തത്തുല്യപ്പെട്ടു എന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. ഇതൊരു ആത്മയാഥാർത്ഥ്യമാണ്. ദൃശ്യമണ്ഡലത്തിൽ ഇത് കാണുവാൻ കഴിയില്ല. പാപിയായ മനുഷ്യൻ, ഹല്ലേലൂയ, പാപം ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവരി കുലക്കളത്തിൽ മരിച്ച ആ പ്രാണപ്രിയനെ നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ചപ്പോൾ, അതരം കൊണ്ട് ഏറ്റുപറഞ്ഞപ്പോൾ അവന്റെ മരണം നിന്റെ ജീവിതത്തിലെ പാപപ്രവൃത്തിയുടെ മരണമായി മാറി. ഹല്ലേലൂയ. അവന്റെ ഉയർപ്പ്, ഹല്ലേലൂയ, ഒരു പുതുക്കത്തിൽ നീ ഉയർപ്പ് സ്നാനക്കടവിൽ നിന്ന് ഹല്ലേലൂയ പൊങ്ങി വന്നപ്പോൾ, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ നിന്ന് ഹല്ലേലൂയ അടക്കപ്പെട്ട ഇടത്തു നിന്ന് മരിച്ചതിന് ഹല്ലേലൂയ ഉയർത്തതിന് തത്തുല്യമായി തീർന്നു എന്ന് വചനം വിളിച്ചു പറയുകയാണ്. ഇത് ലോകരോട് പറഞ്ഞാൽ ലോകം വിശ്വസിക്കുമോ? അവര് പറയും നിനക്ക് ഇതുവരെ അല്പം ഉണ്ടെന്ന് ചിന്തിച്ചുള്ളൂ, ഇപ്പൊ മുതുഭ്രാന്താണെന്ന് മനസ്സിലായെന്ന് പറയും. ആമേൻ, ആമേൻ. എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം വരച്ചു കാട്ടുകയാണ്. കാൽവരി ക്രൂശിൽ എന്താണ് സംഭവിച്ചതെന്ന് അപ്പോസ്തലൻ ഇവിടെ വരയിടുകയാണ്. 10 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. 13. അപ്പോ നമ്മൾ അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോട് കൂടെ ഉയർപ്പിച്ചു. നമ്മൾ യഥാർത്ഥത്തിൽ മരിച്ചു കിടന്ന ഒരു സന്ദർഭമുണ്ടായിരുന്നു. എപ്പോൾ? രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് പാപസമ്മതമായി നമ്മൾ മരിച്ചപ്പോൾ
നമ്മുടെ ആത്മാവ് മരണപ്പെട്ട് കിടക്കുക. നമ്മുടെ ആത്മാവ് യഥാർത്ഥത്തിൽ ദൈവിക ബന്ധത്തിൽ നിന്ന് അകന്ന് മരണപ്പെട്ട് കിടക്കുകയായിരുന്നു. നമ്മെ ഭരിച്ചുകൊണ്ടിരുന്നത്, ഭരണകർത്താവായിരുന്നത് ശത്രുവായ പിശാചായിരുന്നു. അത് ചെയ്യടാ എന്ന് പറയുമ്പം നമ്മൾ എന്ത് ചെയ്യും? അത് ചെയ്യും. കുരങ്ങിനോട് പറയുമല്ലോ, എടാ ചാടറാ എന്ന് പറയുമ്പോൾ കുരങ്ങൻ എന്ത് ചെയ്യും? ചാടും. വടിയെടുത്ത് തലയെ വെച്ചുകൊണ്ട് നടക്കടാ എന്ന് പറയുമ്പോൾ കുരങ്ങൻ എന്ത് ചെയ്യും? സ്തോത്രം. എന്തൊക്കെ ആ കുരങ്ങനെ നിയന്ത്രിക്കുന്ന ആൾ പറയുന്നു അതൊക്കെ എന്ത് ചെയ്യും? കുരങ്ങൻ ചെയ്യും. എന്നതുപോലെ പിശാച് പറയും ചീത്ത വിളിക്കടാ. അപ്പം ഡിക്ഷണറി ഇല്ലാത്ത വാക്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യും? ചീത്ത വിളിക്കും. ഇന്ന് വരെ കേൾക്കാത്ത ഡിക്ഷണറി ഇല്ലാത്ത വാക്ക്. സ്തോത്രം. തേച്ചാലും കുടിച്ചാലും പോകാത്ത രീതിയിലുള്ള അറയ്ക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ സമയം. സ്തോത്രം. ഹമേ, അതാരാ ചെയ്തുകൊണ്ടിരുന്നത്? പൈശാചികൻ. കുടിക്കടാ എന്ന് പറയുമ്പം കാശില്ലേലും ആരേലും കടം മേടിച്ച് എന്ത് ചെയ്യും? പോയി കുടിക്കും. കുടിച്ചു കഴിയുമ്പം അവളെ ചീത്ത വിളിക്കടാ എന്ന് പറയുമ്പം പിന്നെ അവളെ ചീത്ത വിളി. അടിക്കടാ എന്ന് പറയുമ്പോൾ അടി. ഇടിക്കടാ എന്ന് പറയുമ്പോൾ ഇടി. ആരാ പറയുന്നത്? പിശാച് പറയുകയാണ്, യജമാനൻ പറയുന്നു അത് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഈ യജമാനെ ആരെങ്കിലും കാണുന്നുണ്ടോ? സ്തോത്രം. ഇതാണ് പിശാചിന്റെ പ്രവൃത്തി. എന്നാൽ അതിനന്ത്യം വരുത്തിയ ഒരിടമാണ് കാൽവറി ക്രൂശ്. കാൽവറി ക്രൂശ് അതിനന്ത്യം വരുത്തിയ ഇടമാണ്. ഞാൻ പലപ്പോഴും ശുശ്രൂഷയുടെ മുഖത്ത് പൈശാചിക ശക്തികളുമായി മല്ലിടുന്ന സന്ദർഭങ്ങളിൽ പിശാചിനോട് പലപ്പോഴും ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്, യേശുക്രിസ്തുവിൻ്റെ രക്തത്തെ നിനക്ക് കവച്ചു വയ്ക്കാൻ കഴിയുമോ എന്ന് ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. സ്തോത്രം. പല ഇടങ്ങളിൽ പല സന്ദർഭങ്ങളിൽ ഞാനത് വിളിച്ചിട്ടുണ്ട്. കഴിയോടാന്ന് ചോദിച്ചിട്ടുണ്ട്. പൈശാചികൻ ആ നാമം പറയുമ്പോൾ തന്നെ, രക്തം പറയുമ്പോൾ തന്നെ അയ്യോ പറ്റില്ലെന്ന് പറയും. ആ വാചകമൊക്കെ അടിക്കും. വാചകം അടിച്ച് ശരിക്ക് ദൈവകൃപയിൽ ചോദിക്കേണ്ട 4 ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ മുട്ടുമുടക്കും. ലോകം പറയും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തിയോട് കലക്കവെള്ളത്തിൽ പോയി മുങ്ങിപ്പൊങ്ങി. എന്തിനാടി അത് ചെയ്തത്? എന്തിനാടാ അത് ചെയ്തത്? ലോകം ചോദിക്കും. പക്ഷേ ആ സ്നാനത്തിനകത്ത് ചില ആത്മയാഥാർത്ഥ്യമുണ്ട്. ചിലർ പറയുന്ന കേട്ടിട്ടില്ലേ, പ്രാർത്ഥനയ്ക്ക് പോയിക്കോ, സ്നാനപ്പെടരുത്. സ്തോത്രം. എന്താ കാരണം? അതിന്റെ കാരണം ആത്മമണ്ഡലത്തിൽ ചില യാഥാർത്ഥ്യങ്ങൾ സ്നാനത്തിൽ നടക്കുകയാണ്. മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ രൂപവ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാൽ ആത്മതലത്തിൽ വലിയൊരു വ്യതിയാനം വന്നു കഴിഞ്ഞിരിക്കുകയാണ് സ്നാനത്തിൽ. എന്താണ് അതിന്റെ അർത്ഥം? നിന്റെ അനേകമായിരുന്ന പാപം കർത്താവായ യേശു ക്രിസ്തു കഴുകി ശുദ്ധീകരിച്ചു. അതിന്റെ ചിത്രമാണ് അടുത്ത തിരുവചന ഭാഗങ്ങളിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. 14-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചു. ശ്രദ്ധിച്ചേ, കാൽവരി ക്രൂശിൽ നഗ്നമായ കണ്ണുകൾ കൊണ്ട് കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ തകർക്കപ്പെട്ട ശരീരമാണ്, നിന്ദിക്കപ്പെട്ട ശരീരമാണ്. എന്നാൽ ആത്മമണ്ഡലത്തിൽ മനുഷ്യവർഗത്തിനെതിരെ ശത്രുവായവൻ എഴുതി വെച്ച, ശത്രുവായവൻ കുറിച്ചു വെച്ച, ശത്രുവായവൻ അതിരിട്ട, ശത്രുവായവൻ ഉയർത്തിയ ആ പ്രതികൂല മതിലിനെ ഇടിച്ചു കളഞ്ഞ് അല്ലെങ്കിൽ കയ്യെഴുത്തത് യേശു ക്രിസ്തുവിന്റെ ചോര കൊണ്ട് കഴുകിക്കളഞ്ഞ് ശുദ്ധീകരിച്ച് ഒരു ദൈവ പൈതൽ ആക്കി തീർക്കുന്ന ഒരു പ്രക്രിയയാണ് കാൽവരി ക്രൂശിൽ നടന്നത്. മനസ്സിലാകുന്നുണ്ടോ?
കർത്താവായ യേശു ക്രിസ്തു ഗദസമന തോട്ടം മുതൽ എന്തൊഴുക്കാൻ തുടങ്ങി? രക്തമൊഴുക്കുവാൻ തുടങ്ങി. ഗദസമന തോട്ടത്തിൽ ആരും അവനെ അടിച്ചില്ല, ആരും അവന്റെ മേൽ കയ്യേറ്റില്ല. എന്നാൽ തോട്ടത്തിനകത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യവർഗത്തിന്റെ, അതിന്റെ അർത്ഥം എന്റെയും നിന്റെയും പാപത്തെ ഏറ്റെടുത്തതായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്മേൽ അത് ചുമത്തപ്പെട്ടപ്പോൾ ഹല്ലേലൂയ, തിരുവചനം പറയുകയാ, അവന്റെ ശരീരം വിസർപ്പാൻ തുടങ്ങി. രക്തത്തുള്ളില് വിസർപ്പ പോലെ നിലത്ത് വീഴുവാൻ തുടങ്ങി. അതികഠിനമായ എന്റെയും നിന്റെയും പാപം ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു തന്റെ മേൽ ഏറ്റെടുത്തപ്പോൾ അത് ആത്മയാഥാർത്ഥ്യമാണ്. ആ ക്രിസ്തുവിനെ നീ അതരം കൊണ്ട് വിശ്വസിച്ച്, ഹൃദയം കൊണ്ട് വിശ്വസിച്ച്, അതരം കൊണ്ട് ഏറ്റുപറയുമ്പോൾ നീയും ദൈവമായൊരു തത്തുല്യത, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവും നിന്റെ ആത്മാവും തമ്മിൽ ഒരു തത്തുല്യത സംഭവിക്കുകയാ, ഒരു കൂട്ടായ്മ ബന്ധം സംഭവിക്കുകയാ. ആ പ്രവർത്തിയെ അല്ലെങ്കിൽ അനേകമായിരുന്ന ആ കയ്യെഴുത്തിനെ മായ്ച്ചു കളയുകയോ. അത് ദൃശ്യമായി കാണാൻ കഴിയില്ല, അത് ആത്മയാഥാർത്ഥ്യമാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നിന്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് പ്രാണപ്രിയന്റെ അടുക്കലേക്ക് അടുത്തു വന്നാൽ, നമ്മൾ രാവിലെ ചിന്തിച്ചതുപോലെ നീ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ട ദൈവവൈതല. പക്ഷേ നിന്റെ ആദരം കൊണ്ട് നീ പാപം ചെയ്യരുത്. ഹല്ലേലൂയ, ആദരം കൊണ്ട് ദോഷം മറ്റുള്ളവർക്കെതിരെ പറയരുത്. ഹല്ലേലൂയ, നീ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടതാണെന്ന് പ്രവാചകനല്ല പറഞ്ഞത്, നിന്നെ വിളിച്ച ദൈവം, ഹല്ലേലൂയ, നിന്നെ വേർതിരിച്ച ദൈവം പറയുക, കുഞ്ഞേ നീ അനുഗ്രഹിക്കപ്പെട്ടവളാ. ആ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടത് കൊണ്ട് നീ അനുഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായി മാറണം. ദോഷത്തിന് ദോഷം നീ ചെയ്യരുത്, ശകാരത്തിന് ശകാരം പകരം ചെയ്യരുത്. സ്തോത്രം. എന്തുകൊണ്ട് ചെയ്യരുത്? നിന്നെ നോക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തുറന്നിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണമെങ്കിൽ നിന്റെ ആദരം ശുദ്ധമാകട്ടെ, നിന്റെ ഹൃദയം ശുദ്ധമാകട്ടെ. ഹല്ലേലൂയ. നോക്കിയേ, ആത്മതലത്തിൽ കയറി നിൽക്കുന്ന അപ്പോസ്തോലൻ ആത്മ കണ്ണു തുറന്നപ്പോൾ മനുഷ്യവർഗത്തിന്റെ അതിക്രമങ്ങൾ എങ്ങനെ ക്ഷമിച്ചു എന്നവൻ കാണുകയാ. സ്തോത്രം. വിരോധമായി നിന്നതായ സകല കയ്യെഴുത്തിനെയും ആര് മായിച്ചു? യേശു ക്രിസ്തുവിന്റെ ക്രൂശു മരണത്താൽ അത് മായ്ക്കപ്പെട്ടു. മായ്ക്കപ്പെട്ടിട്ട് മനുഷ്യൻ നഗ്നമായ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ ക്രിസ്തുവിനെ കാണുകയാ. എന്നാൽ ഇവിടെ പൗലോസ് പറയുകയാണ്, കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അപ്പൊ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നത് ആരാ? കർത്താവായ യേശു ക്രിസ്തു ആണെന്ന് ഒരു ഭാഗത്ത് നഗ്നമായ കണ്ണുകൾ കൊണ്ട് നോക്കുന്നവർ പറയുമ്പോൾ, ഇവിടെ ആത്മകണ്ണുകൾ തുറന്നുകൊണ്ട് പൗലോസ് പറയുക, ക്രിസ്തു അല്ല ഇവിടെ കിടക്കുന്നത്, എന്റെ പാപക്കറകൾ മായ്ച്ചു കളഞ്ഞ കൈച്ചീട്ടാണ് അവിടെ കിടക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്ര. മാത്രമല്ല അതിന്റെ താഴെ പറയുക, വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ചു. ഞാൻ എൻ്റെ ഭാഷ ചേർത്തിട്ട് പറയുക, കർത്താവ് അവിടെ കിടന്നിട്ട് പറഞ്ഞു, എടാ വെക്കടാ വെക്കടാ. വിറവിറച്ച് ഓരോ ആയുധങ്ങളും എന്ത് ചെയ്തു? കൊണ്ടുവന്ന് ആ കാൽവറി ക്രൂശിന്റെ ചുവട്ടിൽ വെച്ചു. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക പദമുണ്ട്, അവരുടെ മേൽ. അപ്പൊ എനിക്ക് തോന്നുന്നത്, ഞാൻ എൻ്റെ ഭാവനയാണ് കേട്ടോ, സ്തോത്രം, നിങ്ങൾ പറയരുത്, നാളെ വേറെ ഒന്നും പറഞ്ഞേക്കരുത്.
പിശാച് ഒരു വലിയ പിശാച് കിടക്കുകയാ, അടിയില് ആയുധം വെച്ചിട്ട് കീഴടങ്ങി കിടക്കുക, അമന്ന് കിടക്കുക. അതിന്റെ മണ്ടയിൽ കുറെ കുട്ടിപ്പിശാചികൾ കിടക്കുക. സ്തോത്ര. അവരുടെ മേൽ എന്റെ കർത്താവിന്റെ പാദം വെച്ചു. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, സകല ആയുധങ്ങളെയും അടിയറ വെപ്പിച്ച് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയ ഒരു ക്രിസ്തുവിനോട് കൂടെ ഇന്ന് പകൽ നീ ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ നീ പരാജിതനല്ല, നീ പരാജയപ്പെടുവാൻ വിളിക്കപ്പെട്ടവരല്ലേ, നീ ജയാളിയാണ്. സ്തോത്ര. ഹല്ലേലൂയ. പരസ്യ കാഴ്ചയാക്കി ആരെ? പൈശാചിക മണ്ഡലത്തെ. ഇപ്പം ആയുധമില്ലാത്തൊരു പിശാചാണ് ഈ ഭൂമിയിലുള്ളത്. ആയുധമില്ല. യേശു ക്രിസ്തുവിന്റെ നാമം കേൾക്കുമ്പോഴേ അവന്റെ മുട്ടിടിക്കാൻ തുടങ്ങും. കൃപയിൽ നിന്നുകൊണ്ട് നീ ആ നാമം ഉച്ചരിച്ചാൽ, ഞാൻ പോകുവാണേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? അവൻ ഓടുന്നിടത്ത് പുല്ല് മുളയ്ക്കില്ല. സ്തോത്ര. ഹല്ലേലൂയ. ആ ദൈവ പൈതൽ താടിക്കും കൈ കൊടുത്തിരിക്കുകയാണെങ്കിലോ, സ്തോത്രം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഇന്ന് പകൽ നിർത്തുകയാണ്. ആത്മയാഥാർത്ഥ്യം കാണുവാൻ ഒരു ആത്മക്കണ്ണ് ആവശ്യമാണ്. സ്തോത്ര. ആത്മക്കണ്ണ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അത് സ്വയമായി കഴിയുമോ? കഴിയില്ലെന്നേ. നീ കർത്താവിൻ്റെ അടുക്കലേക്ക് ആത്മാർത്ഥമായി അടുത്തു ചെല്ലണം. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൻ്റെ അടുക്കലേക്ക് അടുത്തു ചെല്ലണം. നീ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. വർഷങ്ങളുടെ പാരമ്പര്യം പറയാനുണ്ട്. പാരമ്പര്യം പന്ന പിശാചിന് വിഷയമല്ല കേട്ടോ. ഹല്ലേലൂയ. കർത്താവ് ചോദിച്ചതുപോലെ ഇപ്പോൾ പിടിച്ചത് വല്ലതും നിന്റെ കയ്യിലുണ്ടോ? ഇപ്പോൾ. ഹല്ലേലൂയ. ഇപ്പോൾ നിനക്ക് ദൈവമായി ബന്ധമുണ്ടോ? അതാണ് എന്റെ കർത്താവ് നോക്കുന്നത്. അവിടെയാണ് പിശാചിന്റെ ഭയം. നീ ദൈവമായി ബന്ധമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഇപ്പോൾ നിനക്ക് ബന്ധമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് നിശ്ചയമാണ്. പഴക്കവും തഴക്കവും പറഞ്ഞ്, വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറഞ്ഞ് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ദൈവ പൈതൽ എന്ന് അവകാശപ്പെടുന്ന നീ എങ്കിൽ, ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടില്ല. ഇത് ഞാൻ പറയുന്നതല്ല, മാറ്റമില്ലാത്ത വചനം പറയുന്നതാണ്. വചനത്തോട് ചേർന്ന് നീ നിന്നാൽ ഒരു ദോഷവും നിനക്ക് ഭവിക്കില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കില്ലെന്ന്. എന്താണ് കാരണം? ഒരു സംരക്ഷണ വലയം നിനക്ക് ചുറ്റുമുണ്ട്, നിന്റെ ഭവനത്തിന് ചുറ്റുമുണ്ട്. നീ യാത്ര ചെയ്യുന്ന ഇടത്തുണ്ടെന്ന്. ഉടമസ്ഥൻ അറിയാതെ ഒരുത്തനും നിന്റെ മണ്ടേ കയറാൻ കഴിയില്ല കുഞ്ഞെ. സ്തോത്ര. അതുകൊണ്ടാ ഉടമസ്ഥൻ പറഞ്ഞേ, ഹല്ലേലൂയ, ഞാൻ ഒരു നാളും നിന്നെ കൈവിടില്ല. ഈ ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? പോരാട്ടമുണ്ടെന്നേ. എന്നാൽ നീ ധൈര്യപ്പെട്, ഞാൻ ലോകത്തെ ജയിച്ചവനാ. ജയാളിയുടെ കൂടെ നീ നിന്നാൽ മതി, നീ ജയിക്കും നിശ്ചയമാ. നീ പരാജയപ്പെടില്ലെന്ന്. സ്തോത്ര. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ തക്കതായ നിലയിൽ നമുക്കൊരുങ്ങാം. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ മഹത്വം നമ്മിൽ വെളിപ്പെടുവാനിടയാകട്ടെ. സാഹചര്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനല്ല. ദാനിയേൽ പറഞ്ഞു, ഞാൻ എന്നെ അശുദ്ധനാക്കില്ല. സ്തോത്ര. എന്തു തന്നെ സംഭവിച്ചാലും ഞാനത് ചെയ്യില്ല. യജമാനന്റെ
കാര്യവിചാരകൻ പറഞ്ഞു, നീ എൻ്റെ തലയ്ക്ക് അപകടം വരുത്തും. പരിജ്ഞാനത്തോട് ദാനിയേൽ പറഞ്ഞു, 10 ദിവസം ഒന്ന് പരീക്ഷിക്കുക. 10 ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ ശരീരം, ഞങ്ങളുടെ മുഖം അഴകില്ലാത്തതായി മാറിയാൽ നീ എന്തു പറയുന്നുവോ അത് ഞങ്ങൾ സ്വീകരിക്കാം. ആ പന്ത് ആരുടെ കൈ കൊടുത്തു? ദൈവത്തിൻ്റെ കരുത്തിൽ കൊടുത്തു. ദൈവം വിട്ടുകൊടുക്കുവോ? അതാ വചനം പറയും, നിന്റെ ഭാരം ആരുടെ മേൽ വെക്ക? ദൈവകരത്തിൽ കൊടുക്ക. നീ സ്വതന്ത്രനാക, സ്വതന്ത്രയാക. വേദനയുണ്ടോ? വേദന കർത്താവിനോട് പറ. പ്രയാസമുണ്ടോ? കർത്താവിനോട് പറ. ആവശ്യമുണ്ടോ? കർത്താവിനോട് പറ. അവൻ തൻ്റെ പ്രവൃത്തിയുടെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തും. ആ കരം നീട്ടപ്പെട്ടാൽ, ആ കരം തുറക്കപ്പെട്ടാൽ, ആ കരം നിനക്ക് അനുകൂലമായി ചലിച്ചാൽ ഒരു ശക്തിക്കും നിന്നെ തടയാൻ കഴിയില്ല കേട്ടോ. ഒരു ശത്രുവിന് നിന്നെ ഒതുക്കാൻ കഴിയില്ല കേട്ടോ. സർവശക്തന്റെ കരമാ, ശത്രുവിനെ പരാജയപ്പെടുത്തിയ കരമാ, ആ ദൈവത്തിന്റെ സാന്നിധ്യമാ. ആ ദൈവത്തോട് ചേർന്ന് നിൽക്ക്, അവൻ നിന്നെ ഉയർത്തും. കർത്താവായ യേശുക്രിസ്തു ആയുധം അടിയറ വെപ്പിച്ചു. എൻ്റെ ഭാഷയിൽ ഒന്നും കൂടെ ചേർത്ത് പറയുന്നു, വെക്കട എന്ന് പറഞ്ഞ് ഒന്നൊന്നായി എൻ്റെ കർത്താവ് വെപ്പിച്ചു. എന്നിട്ട് അവരുടെ മേൽ ആ പൈശാചിക ശക്തികളുടെ മേൽ, പൈശാചികന്റെ പ്രവർത്തികളുടെ മേൽ ജയോത്സവം കൊണ്ടാടിയ ആ ദൈവ സാന്നിധ്യത്തെ ഇന്ന് പകൽ അനുഭവിച്ചറിയുവാൻ ഇടയാക്കിയ ദൈവമക്കളെ, ഉറപ്പും ധൈര്യവുമുള്ളവരായി കർത്താവിനോട് ചേർന്ന് വിശുദ്ധിയോടെ, വേർപാടോടെ നിലകൊള്ളുവാൻ ഇടയാകട്ടെ. പരിശുദ്ധ ദൈവമേ, അപ്പച്ചന്റെ അടുക്കലേക്ക് അടുത്തു വരികയാ. അവിടുത്തെ കൃപയ്ക്കായിട്ട് സ്തോത്രം, അവിടുത്തെ കരുണയ്ക്കായി സ്തോത്രം, അവിടുത്തെ പ്രവർത്തികൾക്കായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത വചനത്തിനായി സ്തോത്രം. ഞങ്ങൾക്കെതിരായി നിൽക്കുന്ന ശത്രുവിന്റെ സകല ആയുധങ്ങളെയും അടിയറ വെപ്പിച്ച പ്രാണപ്രിയനെ, അങ്ങക്ക് മഹത്വം കരേറ്റുകയാ. ഈ ബലത്തോട് ഞങ്ങൾ പിരിയട്ടെ. പിരിയാത്ത സാന്നിധ്യത്തിന്റെ മറവിൽ അവിടുന്ന് മറച്ചാട്ടെ. സഭയാ കുടുംബങ്ങളെ അവിടുന്ന് പരിപാലിച്ചാട്ടെ. കേൾവിക്കാരെ അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ, വിടുവിച്ചാട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഇരുട്ടിന്റെ ശക്തികൾ തകരട്ടെ. പ്രിയനെ, മഹത്വം മുഴുവൻ യേശു കർത്താവിന് അർപ്പണം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട് മറുപടി നൽകി ആദരിക്കും കൃപയ്ക്ക് നന്ദി. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.